നമസ്കാരം. ഞാൻ ഡോക്ടർ ഐശ്വര്യ, നാച്ചുറോപ്പതി ആൻഡ് യോഗ കൺസൾട്ടൻറ്റ്. പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസ് എന്നാണ് പറയാറ്. നമ്മുടെ ആമാശയത്തിലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയുമ്പോഴാണ് മലബന്ധത്തിലോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലെ കുറച്ച് എന്തൊക്കെയെന്നുള്ളത് ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വൻകുടലിലെ നല്ല ബാക്ടീരിയ കുറയുന്നത് കാരണവും മലബന്ധം ഉണ്ടാകാറുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുന്നത് കാരണവും മലബന്ധം ഉണ്ടാകുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളം പരമാവധി നമ്മുടെ ലിമിറ്റിൽ കുടിച്ചില്ല എങ്കിൽ നമ്മുടെ വയറിലെയോ ശരീരത്തിലെയോ ജലാംശം കുറയുന്നത് കാരണം മലബന്ധം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ എക്സസൈസ്, യോഗ എന്നിവ കുറഞ്ഞാലും മലബന്ധം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചിലർ വന്നിട്ട് ഈ മലം പോകാനായിട്ട് ഒത്തിരി ലാക്സേറ്റീവ്സ് ധാരാളം കഴിക്കുന്നുണ്ട്, മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് കാരണവും മലബന്ധം ഉണ്ടാകുന്നു. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, സ്ട്രെസ് എന്നിവയും ഒരു പ്രധാന കാരണമാണ്. അതുപോലെ ചില അസുഖങ്ങൾ, തൈറോയ്ഡ്, ഡയബറ്റിക് മെൽറ്റസ് അല്ലെങ്കിൽ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനും മലബന്ധം ഉണ്ടാക്കുന്നു. ലിവർ ഫങ്ഷനിൽ ബൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത് കാരണം നമ്മളുടെ വയറിലെ ലാക്സേഷൻ കുറയുന്നു. ഈ ലാക്സേറ്റീവ്സ് കുറയുമ്പം അത് മലബന്ധമായി മാറുകയും നമ്മുടെ മലം മുറുകുകയും ചെയ്യുന്നു. പ്രധാനമായും മറ്റൊരു കാരണം മലം പോകാനായുള്ള ഒരു ടെൻഡൻസി വരുമ്പം തന്നെ പോകാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കാരണം മലബന്ധം ഉണ്ടാകുന്നു. അത് തെറ്റായ ഒരു പ്രവൃത്തിയാണ്. മലം പോകുന്ന ആ ഒരു ഇമ്പൾസ് നമ്മൾ ബ്രെയിനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ മലം പോകണം എന്നൊരു ടെൻഡൻസി വരുമ്പം തന്നെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മലബന്ധമായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ കുറച്ച് പരിഹാര മാർഗങ്ങൾ, മലബന്ധത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയെന്നത് നോക്കാം. അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. 2 മുതൽ 3 ലിറ്ററോളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ കൂടുതലും വന്നിട്ട് ഫ്രൂട്ട്സിലായാലും അവക്കാഡോ, പാഷൻ ഫ്രൂട്ട്, പേരക്ക എന്നിങ്ങനെ ഫൈബർ റിച്ച് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരു പ്രോപ്പർ ടൈമിംഗ് തന്നെ വെക്കുക, അതായത് ബയോളജിക്കൽ ക്ലോക്ക്. ഇതൊരു ഡെയിലി റൂട്ടീനിൽ തന്നെ ഫോളോ ചെയ്യണം. അതുപോലെ ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ യോഗ, ആസനാസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യുന്നതും മലം പോകാനായി സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. അതുപോലെ നെയ്യ്, തേങ്ങാപ്പാൽ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലും ഉപയോഗിക്കുക. ഇലക്കറികളും ധാരാളം ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ സോളിബിൾ ഫൈബേഴ്സ് ആയിട്ടുള്ള റാഗി, ബാർലി, ഓട്സ് എന്നിവയും ഭക്ഷണത്തിലും ഡയറ്റിലും ഉൾപ്പെടുത്തുക. ഇതുപോലെ ഉണക്കമുന്തിരി ധാരാളം കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ സീഡ്സിൽ നോക്കിയാൽ ഫ്ലാക്സ് സീഡും എള്ളും പിന്നെ ഉലുവയും വറുത്തൊന്ന് പൊടിച്ചു വെച്ച് അത് ദിവസം 1 ടീസ്പൂൺ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് കാരണം മലബന്ധം തടയാനായി സഹായിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളും ഇത്തരം കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മലബന്ധം തടയുകയും മലം പ്രോപ്പറായിട്ട് പോവാനായി സഹായിക്കുന്നു.